Merry Christmas! ഇന്നൊരു ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ആണ്. ശരിക്കും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ക്രിസ്മസിൻ്റെ അന്നൊന്നും അല്ല. ക്രിസ്മസിന് ഒരു മാസം മുന്നെയാണ് ഈ ഒരു സെറ്റപ്പ് ഒക്കെ ഞാനിപ്പം ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ട് എനിക്ക് കുറച്ചധികം ബുദ്ധിമുട്ടുണ്ട്. ഇന്നൊരു വൈൻ മേക്കിംഗ് വീഡിയോ ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഒറ്റയ്ക്കാണ് ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പോരായ്മകൾ എന്തായാലും കാണും. ഇത് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ച വീഡിയോ അല്ല. ഇപ്പോൾ ഫൈനലി ഞാനിത് ചെയ്യാൻ തുടങ്ങാൻ പോയപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്താണെങ്കിലും ക്രിസ്മസ് സ്പെഷ്യൽ ഒരു വീഡിയോ ആയിട്ട് അത് ഇടാം. ചിലപ്പോൾ ഇത് ഫ്ലോപ്പ് ആവുമായിരിക്കും. ഞാനിത് റെസിപ്പി ആയിട്ടല്ല ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് വൈൻ ഇടാൻ പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇത് സക്സസ് ആവും, ചിലപ്പോൾ ഇത് ഫ്ലോപ്പ് ആവും. എന്താണെങ്കിലും ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യും. കാര്യം ഒറ്റയ്ക്ക് ഈ വീഡിയോ എടുക്കാനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. സക്സസ് ആവുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ റെസിപ്പി കൊടുക്കാം. അല്ല ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും അതിനെപ്പറ്റിയൊന്നും പറയുന്നൊന്നുമില്ല. 21 days ആണ് യൂഷ്വലി എല്ലാവരും ചെയ്യുന്നത്. അതിൽ കൂടുതലും വച്ചേക്കാറുണ്ട്. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് November 5th ആണ്. 5th എന്ന് പറയുമ്പം രാത്രിയായി. അപ്പോൾ November 6th ആയി കാണും. ഇപ്പോൾ 12 മണി കഴിഞ്ഞ് കാണും. അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്കൊരു 25th 26th ഒക്കെ ആകുമ്പോൾ എൻ്റെ 21 day കഴിയും. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഒരു നമ്മുടെ ക്രിസ്മസിനോട് അടുത്തെടുത്താൽ മതി എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഫ്ലോപ്പാണെങ്കിലും ഞാനത് പോസ്റ്റ് ചെയ്യും. കാര്യം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ ഈ വീഡിയോയിൽ കാണും. കാര്യം എനിക്കിപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് ക്ലോസ് ഷോട്ടൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം മാക്സിമം പറ്റുന്ന പോലെ ഞാൻ ക്ലോസ് ചെയ്തിട്ട് ഞാൻ കാണിക്കാം. പിന്നെ അപ്പോൾ ഇതൊരു ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾ കാണുന്നത് ക്രിസ്മസിൻ്റെ അന്ന് തന്നെയായിരിക്കും എന്തായാലും ഞാനത് പോസ്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഫുൾ ഞാൻ എന്തായാലും ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ആഡ് ചെയ്യും. അപ്പോൾ ഇന്നാണ് ഞാൻ വൈൻ ഇടാനായിട്ട് പോകുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ക്രിസ്മസിൻ്റെ അന്നാണെന്ന് എനിക്കറിയാം. സോ ഹാപ്പി ക്രിസ്മസ് ഗൈസ്, മെറി ക്രിസ്മസ് ടു യു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫെസ്റ്റിവൽ ആണെന്ന് പറയാം ക്രിസ്മസ്. അപ്പം ബാക്കി എല്ലാത്തിനെയും കാരണം എന്തോ ഡിസംബർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് ഭയങ്കര സന്തോഷമാണ്. എന്താണെന്ന് എനിക്ക് പുറത്തൊക്കെ പോകാനും ഷോപ്പൊക്കെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഡിസംബറിന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ വേണം. ചിലപ്പോൾ ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ കോമഡി ആയിട്ട് കാണേണ്ടി വരും, സക്സസ് ആയി കഴിഞ്ഞാൽ സീരിയസ് ആയിട്ട് കാണാം. അപ്പോൾ നമുക്ക് ഇനി അധികം സമയം കളയണ്ട. മിക്കവാറും ഞാൻ ഇൻ കേസ് അതിനെപ്പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ സക്സസ് ആയിട്ടാണെങ്കിൽ ഞാനത് വോയിസ് ഓവർ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഫണ്ണായിട്ടത് കണ്ടുപോയാൽ മതി. അപ്പോൾ നമുക്ക് വൈൻ മേക്കിംഗ് പ്രോസസ്സിലോട്ട് കിടക്കാം. എനിക്ക് വീഡിയോ എടുത്തു തരാൻ ശരിക്കും പറഞ്ഞാൽ ആരുമില്ല. അപ്പോൾ ഞാൻ തനിയെ തന്നെ ചെയ്യണം. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പല ആംഗിളൊന്നും കാണിക്കാൻ പറ്റിയെന്ന് വരില്ല. കയ്യിൽ വെച്ചാൽ ഞാൻ മിക്കവാറും ചെയ്യേണ്ടി വരും. കാര്യം വേറെ എവിടെ വെച്ചിട്ടും സെറ്റാവുന്ന കൊള്ളി ഈ ഒരു പൊക്കത്തിൽ എനിക്ക് ഇത് വച്ചും ചെയ്യണമല്ലോ. അപ്പോൾ നമുക്ക് കയ്യിൽ വെച്ച് തന്നെ ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ജസ്റ്റ് പറഞ്ഞു പോവാം. ഞാൻ ഈ മുന്തിരിയൊക്കെ എടുത്ത് നല്ലപോലെ കഴുകി നല്ലപോലെ വാഷ് ചെയ്ത് ഉണങ്ങാൻ വെച്ചിട്ട് അപ്പം അതിൻ്റെ ഈർപ്പമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു തുണിയിൽ ഇങ്ങനെ ജസ്റ്റ് കെട്ടി വച്ചേക്കാണ്. അപ്പം നമ്മൾ ഒട്ടും ഈർപ്പം ഇല്ലാതെ വേണം വൈൻ ഇടാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് ഇതും അതുപോലെയാണ്. ഈ ജാറ് നല്ലതുപോലെ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് ഒരു തരി പോലും വെള്ളം അകത്തില്ലാതെ ഉണക്കി വെച്ചേക്കുന്നതാണ്. ചിലർ ഈ ഗ്രേപ്സിനെ ഉടച്ച് ഭയങ്കര ഈ കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് ഞാൻ ഭയങ്കര സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഉടച്ചിപ്പോൾ ചെയ്യുന്നില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുമല്ലോ, അന്നാണ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ തൽക്കാലം ജസ്റ്റ് ഗ്രേപ്സ് ഇതിൽ ആഡ് ചെയ്യാനായിട്ട് പോവാണ്. ലെയറായിട്ടാണ് കൊടുക്കുന്നത്. ഞാൻ കയ്യിലെടുത്ത് വെച്ചിട്ട് കാണിക്കുക, അല്ലെങ്കിൽ ഒന്നും കാണാൻ പറ്റില്ല. ഒറ്റയ്ക്ക് വീഡിയോ എടുക്കാൻ എന്തൊക്കെ കഷ്ടപ്പാടാണ്. അപ്പോൾ ഇതാ ഫസ്റ്റ് ഇതിനകത്തോട്ടിടാം. ഇവിടെ ഗ്രേപ്സിൻ്റെ ബാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഇത്. ശരിക്കും ഒരുപാട് പുളിയുള്ള ഗ്രേപ്പ് അല്ല, അത്യാവശ്യം നല്ല മധുരമുണ്ട്. പിന്നെ ചിലർ പറഞ്ഞു കേട്ടു മീഡിയം ലെവലിൽ പുളിയും വേണം മധുരവും വേണമെന്ന്. പക്ഷെ എൻ്റെ മുന്തിരിങ്ങയ്ക്ക് പുളിയില്ല. സാധാരണ ഇങ്ങനത്തെ ഇതിന് കുറച്ച് പുളി കാണും, ഇതിന് നല്ല മധുരമുണ്ട്. എന്താവുമെന്ന് റിസൾട്ട് നമുക്ക് ക്രിസ്മസിനോട് അടുക്കുമ്പോൾ അറിയാം. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് ലെയർ ഓൾമോസ്റ്റ് ഇട്ടു. ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഞാൻ എവിടെയെങ്കിലും വച്ചിട്ട് കാണിക്കാം, ഫസ്റ്റ് ലെയർ ഇട്ടതിന് ശേഷം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് പഞ്ചസാര ആഡ് ചെയ്യണം. പഞ്ചസാര എന്ത് കാരണത്തിനോ ഞാൻ 2 കിലോ പഞ്ചസാര വാങ്ങിച്ചു. ആക്ച്വലി എൻ്റെ ആവശ്യമില്ല, അതിന് കുറച്ച് നമുക്ക് ആഡ് ചെയ്യാം. മധുരം കൂടിയാലും വൈനൊരു കിക്ക് കിട്ടില്ല. നമുക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ വച്ചിട്ടാണ് ആഡ് ചെയ്യുന്നത്, കാണാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. എന്താ ഇവിടെ ഇരിപ്പുണ്ട് ഈ ഒരു ജാറ്, ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തോട്ടെ. എന്നിട്ട് ഞാൻ പിന്നീട് ക്ലോസ് ഷോട്ട് എടുക്കാൻ നോക്കാം. ഒരാങ്കിളിൽ എടുക്കാൻ പറ്റുന്നുള്ളൂ. അതാ പഞ്ചസാരയും ഇതും കൂടി ഇട്ടു. ശരിക്കും പഞ്ചസാര താഴെപ്പോയി. മൊത്തത്തിൽ കുലുക്കി വെക്കാം. ഓക്കെ,
ഇപ്പോൾ പഞ്ചസാര താഴെ പോയി, കുഴപ്പമില്ല. നമുക്കിനി അടുത്ത ഇനി ഇതിലോട്ട് ഗോതമ്പ് ആഡ് ചെയ്യാണ്. ഗോതമ്പൊന്നും ഞാൻ പൊട്ടിച്ചിട്ടില്ല, ആവശ്യമുണ്ടെന്ന് അങ്ങനെ ഇരിപ്പുണ്ട്. കുറച്ച് ഗോതമ്പ്. ഇനി ഇതിലോട്ട് കുറച്ച് ഗോതമ്പ് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത്രയും വേണ്ട. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത റൗണ്ട് ഇടാം. ഇത്രയായി. ഇനി ഇതിലോട്ട് കുറച്ച് ഒരു ഏലക്കയല്ല, കുറച്ച് ഏലക്ക, പട്ട, ഗ്രാമ്പു കുറച്ച് ഇട്ടിട്ടുള്ളൂ. എനിക്ക് ഇതിൻ്റെ ഫ്ലേവർ വലിയ ഇഷ്ടമല്ലാത്തത് കൊണ്ട് വളരെ കുറച്ച്. അപ്പം ഞാൻ ഇതിന്ന് 1-2 ഇട്ട് കൊടുക്കുക. ഒരബദ്ധം പറ്റി, അത് ശരിക്കും ലാസ്റ്റായിരുന്നു ആഡ് ചെയ്യേണ്ടിയിരുന്നത്. കുഴപ്പമില്ല, ഒരെണ്ണേ വീണ് പോയുള്ളൂ. നമുക്ക് ബാക്കി ലാസ്റ്റ് ആഡ് ചെയ്യാം. നമ്മൾ കുറച്ച് ഈസ്റ്റ്, ആഡ് ചെയ്ത് കൊടുക്കണം. വളരെ കുറച്ച് ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കൂടിപ്പോയി. ഇനി വീണ്ടും നമ്മുടെ സെയിം പ്രോസസ്സ് നമ്മൾ ചെയ്യണം. ഒരു കയ്യിൽ വെച്ചിട്ട് ചെയ്യാൻ നോക്കാം. ക്ലോസ് ഷോട്ട് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് പ്രൊസീജിയർ കഴിഞ്ഞു. വൈൻ ഇട്ടു. ഇനിയിപ്പോൾ ഒരു മിനിമം 21 ഡേയ്സ്. ഷുഗർ താഴെ ഇങ്ങനെ അടിഞ്ഞ് കിടക്കുന്നുണ്ട്. അത് മിക്കവാറും ഞാനൊന്ന് ഇളക്കി കൊടുക്കും, ഇല്ലെങ്കിൽ അത് അലിയില്ല, മൊത്തത്തിൽ താഴെ പോയി ഇങ്ങനെ അടിഞ്ഞ് കിടക്കും. അപ്പോൾ ഇനി ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കാണാം.
ഞാൻ ചെയ്ത ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. മാക്സിമം സ്റ്റീലിൻ്റെ ഐറ്റംസ് വൈൻ്റെ പ്രിപ്പറേഷനിൽ ഒഴിവാക്കണം എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ആ ഒരു സമയത്ത് എൻ്റെ ഒരു 21 ഡേയ്സ് കഴിഞ്ഞ് പോയി. അപ്പോൾ പെട്ടെന്ന് ചെയ്യാനുള്ളൊരു വെപ്രാളത്തിലെടുത്ത് വെച്ചപ്പോൾ അത് ശ്രദ്ധിക്കാതെ പോയതാണ്. അപ്പോൾ മാക്സിമം പ്ലാസ്റ്റിക്കും ഗ്ലാസും പിന്നെ ഭരണി പോലത്തെ ഐറ്റംസ് ഒക്കെയല്ലേ വൈൻ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുള്ളൂ. പിന്നെ ഞാൻ പ്ലാസ്റ്റിക് എന്ന് ഉദ്ദേശിച്ചത് ഈ അരിക്കുന്ന സമയത്ത് ഫിൽറ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം ഒന്ന് മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഫിൽറ്റർ ചെയ്യുന്നൊരു സംഭവം കിട്ടുമല്ലോ, അതാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നേരത്തെ സ്റ്റീലിനെക്കാട്ടി കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ചില ആൾക്കാർ ഡയറക്റ്റ് തുണിയിൽ വെച്ചിട്ട് അരിച്ചെടുക്കാറുണ്ട്. പക്ഷേ അതങ്ങനെ നമ്മൾ ഉടച്ചാണ് മുന്തിരി ചെയ്യുന്നതെങ്കിൽ അത് ഓക്കെയാണ്. പക്ഷേ എങ്കിലും അതിൻ്റെ കംപ്ലീറ്റ് ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മളല്ലാതെ ഒന്ന് ഫിൽറ്റർ ചെയ്തെടുത്തതിന് ശേഷം തുണിയിലെടുക്കുമ്പോഴത്തേക്കും മാക്സിമം കട്ടയും തരിയൊന്നും ഇല്ലാതെ നല്ല ഫിൽറ്റേർഡ് ആയിട്ടുള്ള വൈൻ നമുക്ക് കിട്ടും. എനിക്ക് കിട്ടിയത് ഈ ഒരു ബെക്കാർഡിയുടെ ഒരു കുപ്പിയാണ്. പക്ഷേ പൊതുവെ എല്ലാവരും വൈനിടുന്നത് എനിക്കൊന്ന് കുറച്ചൊരു ഡാർക്ക് കളർഡ് ആയിട്ടുള്ള ബോട്ടിൽസിലാണെന്ന് തോന്നുന്നു. പക്ഷേ കിട്ടിയത് ഇതായത് കൊണ്ടും പിന്നെ എൻ്റെ സീല് തുറക്കാൻ കുറച്ചൊന്ന് കഷ്ടപ്പെട്ടു. മാത്രമല്ല അതിൻ്റെ ആ ഒരു ലേബൽ മാറ്റാനും ആ ഗമ്മ് പോലെ ഇങ്ങനെ സ്റ്റിക്കി ആയിട്ടിരിക്കുന്ന ഒരു സംഭവം കുറച്ച് ബുദ്ധിമുട്ടി മാറ്റാൻ. എന്നാലും കംപ്ലീറ്റ് മാറിയില്ല. പിന്നെ ഉള്ളതുപോലെ ആവട്ടെന്ന് വെച്ച് ശരിക്കും എൻ്റെ വൈൻ ഞാൻ ഇന്നിപ്പോൾ ബോട്ടിലാക്കാൻ പോകുന്ന കറക്റ്റ് ക്രിസ്മസിൻ്റെ അന്നാണ്. അപ്പം അധികം സമയമൊന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ അത് കാര്യമാക്കാൻ നിന്നില്ല. തപ്പി പിടിച്ചൊരു കോർക്കും എടുത്തിട്ട് അതിന് ശേഷം ബോട്ടിലോട്ടാക്കി വൈന് സെറ്റായി.